എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 11-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കാത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. കോർപ്പറേറ്റ് ലോകത്തിനും ജോലി ചെയ്യുന്നവർക്കും ഇന്ന് സുപ്രധാനമായിട്ടുള്ള ദിവസമാണ്. രാജ്യത്തുടനീളം 4 പുതിയ ലേബർ കോഡുകളാണ് ഇന്നു മുതൽ പൂർണ്ണമായും നടപ്പിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ചട്ടങ്ങളുടെ ഔദ്യോഗിക വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി. ഇതോടെ 29 വ്യത്യസ്ത തൊഴിൽ നിയമങ്ങൾ പിന്തുടരുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള രീതി ഇന്ന് അവസാനിച്ചു. അവയ്ക്ക് പകരം 4 പുതിയ ലേബർ കോഡുകൾ നിലവിൽ വരികയും ചെയ്തു. പുതിയ നിയമങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഇനി പറയുന്നവയാണ്. ആഴ്ചയിൽ പരമാവധി 48 മണിക്കൂർ ജോലി. പുതിയ നിയമപ്രകാരം ജോലി സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത് ആഴ്ചയിൽ 48 മണിക്കൂറാണ്. അതിൽ കൂടുതൽ ജോലി ചെയ്യാൻ ഒരു ജീവനക്കാരനെയും അനുവദിക്കില്ല. വിവിധ വ്യത്യസ്ത മേഖലകളിൽ ജോലി സമയത്തിലുള്ള അനിശ്ചിതത്വമാണ് ഇതോടെ മാറുന്നത്. കൂടാതെ കമ്പനികൾ ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായും അവധി നൽകണമെന്നും നിയമപരമായി നിർബന്ധമായിട്ടുണ്ട്. അധിക ജോലിക്ക് അധിക വേതനവും നൽകണം. അതായത് ഷിഫ്റ്റ് അവസാനിച്ച ശേഷവും ജീവനക്കാരെ ജോലിക്ക് നിർത്തുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിന് സാമ്പത്തിക ആനുകൂല്യം ലഭിക്കാറില്ല. പുതിയ ലേബർ കോഡ് പ്രകാരം ഈ രീതിക്കും മാറ്റം വരികയാണ്. ഇനി മുതൽ ഏതെങ്കിലും തൊഴിലുടമ 48 മണിക്കൂറിൽ കൂടുതൽ ജോലി എടുപ്പിക്കുന്നുണ്ട് എങ്കിൽ ഓവർ ടൈം വേതനം നൽകണം എന്നതാണ് നിബന്ധന. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിർബന്ധമാക്കി. ചെറുകിട വ്യവസായങ്ങളിലോ അസംഘടിത മേഖലകളിലോ തൊഴിലാളികളെ നിയമിക്കുമ്പോൾ കൃത്യമായ രേഖകൾ നൽകാത്തതിനാൽ അവരെ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാൻ എളുപ്പമായിരുന്നു. ഈ പഴുതുകളും സർക്കാർ അടച്ചിട്ടുണ്ട്. പുതിയ നിയമമനുസരിച്ച് ഓരോ തൊഴിലുടമയ്ക്കും തൊഴിലാളിയെ നിയമിക്കുമ്പോൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നൽകണം. ഇത് തൊഴിലാളിയും കമ്പനിയും തമ്മിലുള്ള സുതാര്യത വർദ്ധിപ്പിക്കുകയും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും. ബിസിനസ് ചെയ്യാനുള്ള എളുപ്പമായിട്ടുള്ള മറ്റൊരു നിയമം കൂടിയുണ്ട്. ഈ നിയമത്തിൽ ജീവനക്കാർക്ക് മാത്രമല്ല കമ്പനികൾക്കും വ്യവസായികൾക്കും വലിയ ആശ്വാസമാണ്. മുമ്പ് 21 വ്യത്യസ്ത നിയമങ്ങൾക്കനുസൃതമായിരുന്നു കമ്പനികൾ പേപ്പർ ജോലികൾ ചെയ്തിരുന്നത്. അവ 4 കോഡുകളായി ചുരുക്കിയതോടെ നിയമപരമായ സങ്കീർണതകൾ കുറക്കുകയും രാജ്യത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന് കരുത്താകുകയും ചെയ്യും എന്നുള്ളതാണ് പുതിയ വിലയിരുത്തൽ. സംസ്ഥാനത്ത് സപ്ലൈകോ മെയ് മാസത്തെ പുതുക്കിയ വില പ്രഖ്യാപിച്ചു. ചെറുപയർ 85 രൂപ, ഉഴുന്ന് 87 രൂപ, കടല 63 രൂപ, വൻപയർ 68 രൂപ, തൂരപ്പരിപ്പ് 83 രൂപ, മുളക് 130 രൂപ, മല്ലി അര കിലോ 45 രൂപ, പഞ്ചസാര 1 കിലോ 33 രൂപ, വെളിച്ചെണ്ണ 1 ലിറ്റർ, അതായത് 1/2 ലിറ്റർ സബ്സിഡിയും 1/2 ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ചേർത്ത് 256 രൂപ. പൊതുവിപണിയിൽ അതിലും വില കുറവാണ് ഇപ്പോൾ. ജയ അരി 33 രൂപ, കുറുവാരി 33 രൂപ, മട്ട അരി 33 രൂപ, പച്ചരി 29 രൂപ. അപ്പോൾ ഇതൊക്കെ വാങ്ങാവുന്നതാണ്. റേഷൻ വിതരണവും തുടരുകയാണ്. 15-ാം തീയതി വരെ ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും റേഷൻ വാങ്ങാം. 15-ാം തീയതി കഴിഞ്ഞാൽ 30-ാം തീയതി വരെ മെയ് മാസത്തെ റേഷൻ മാത്രമാണ് വാങ്ങാൻ കഴിയുക. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പൊതുമേഖല എണ്ണ കമ്പനികൾ. അതോടൊപ്പം തന്നെ പാചകവാതക വിലയും കൂടും. മെയ് 15-ന് മുമ്പ് വർദ്ധിപ്പിക്കും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പെട്രോൾ ഡീസൽ വിലയിൽ ഏകദേശം 4 മുതൽ 5 രൂപ വരെ വർധനവുണ്ടാവും. ഗാർഹിക LPG സിലിണ്ടറുകളിൽ 40 മുതൽ 50 രൂപ വരെ വർദ്ധിച്ചേക്കും എന്നുള്ളത് റിപ്പോർട്ടുകളാണ് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം പകുതിയായി വെട്ടിക്കുറച്ച് പൊതുമേഖല എണ്ണ കമ്പനികൾ. ഇതോടെ ക്ഷാമം രൂക്ഷമായിട്ടുണ്ട്. എണ്ണ കമ്പനികൾ ലോഡുകളിൽ കുറവ് വരുത്തിയതിനാൽ വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറുകൾ ആവശ്യാനുസരണം നൽകാനാകില്ല എന്ന് ഗ്യാസ് ഏജൻസി ഉടമകൾ പറയുന്നു. ഇതോടെ ഹോട്ടലുകൾക്ക് പുറമെ വീട്ടിലെ അടുക്കളയും പൂട്ടി ഇടേണ്ടി വരുമോ എന്ന ആദിയിലാണ് ഉപഭോക്താക്കൾ. മുമ്പ് ദിവസം 2 ലോഡ് സിലിണ്ടറുകളാണ് എത്തിയിരുന്നത്. കുറച്ചു മാസമായി 1 ലോഡ് മാത്രമാണ് എണ്ണ കമ്പനികൾ നൽകുന്നത്. 1 ലോഡ് മാത്രം എത്തുകയാണ് എങ്കിൽ ദിവസം 40 സിലിണ്ടറുകൾ മാത്രമാണ് വിതരണം ചെയ്യാനാകുക. ദിവസം 100-ലേറെ ബുക്കിങ്ങുകളാണ് ഉണ്ടാകുന്നത് എന്നും 2 ലോഡ് ലഭിച്ചാലേ ഇതിനനുസരിച്ച് വിതരണം നടക്കുകയുള്ളൂ എന്നും ബുക്ക് ചെയ്ത് 3 ആഴ്ച വരെ കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് എന്നും ഏജൻസികൾ പറയുന്നു. പാചകവാതക പ്രതിസന്ധി കാരണം ഹോട്ടലുകൾ വ്യാപകമായി പൂട്ടിയിട്ട് മാസങ്ങളായി.
അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീടുകളിലെ അടുപ്പുകളിലും ഈ ഒരു സ്ഥിതി വരുന്നത്. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. ഇനി കേവലം 15 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഈ സർക്കാരിന്റെ, പുതിയ സർക്കാരിന്റെ ആദ്യ മാസത്തെ പെൻഷൻ വിതരണം നടക്കും. കഴിഞ്ഞ സർക്കാർ, LDF സർക്കാർ മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് മുൻകൂറായിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ പണം അനുവദിക്കേണ്ടത് പുതിയ ധനമന്ത്രിയാണ്. അപ്പോൾ പുതിയ ധനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം തന്നെ ആയിരിക്കും ഈ ഒരു തുക വിതരണം ഉണ്ടായേക്കുക എന്നുള്ളതാണ് വിവരം. സാധാരണ ലഭിക്കുന്നത് പോലെ തന്നെ മെയ് മാസത്തിൽ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ഒരു 2000 രൂപ പെൻഷൻ ലഭിക്കും. പതിവ് പോലെ തന്നെ 25 ലക്ഷത്തിലധികം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കയ്യിലേക്കും പെൻഷൻ വിതരണം ചെയ്യുന്നതാണ്. 2000 രൂപ തന്നെയാണ് ഈ ഒരു മാസം ലഭിക്കുക. പുതിയ ബജറ്റിൽ വർധന ഉണ്ടാകുമോ, അതായത് 100 രൂപയുടെയെങ്കിലും വർധന ഉണ്ടാകുമോ എന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 3000-ലേക്ക് 5 വർഷം കൊണ്ട് എത്തിക്കും എന്നാണ് UDFന്റെ ഗ്യാരണ്ടി. അപ്പം അതും നമ്മൾ കാത്തിരിക്കുകയാണ്, ഒരു 100 രൂപയുടെയെങ്കിലും വർധനവ്. എന്തായാലും മെയ് മാസത്തെ പെൻഷൻ 2000 രൂപ തന്നെയാണ് ലഭിക്കുക. കൃത്യമായിട്ട് അത് ലഭിക്കുക തന്നെ ചെയ്യും. അതിൽ ആർക്കൊരു തർക്കവും വേണ്ട. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും ബാക്കിയുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുമാണ് ഈ ഒരു തുക എത്തിച്ചേരുന്നത്. മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ്. ഇനി ഈ പുതിയ സർക്കാർ മസ്റ്ററിംഗിന്റെ കാര്യത്തിൽ എന്തൊക്കെ നിബന്ധനകളാണ് കൊണ്ടുവരുന്നത്? പഴയ രീതിയിൽ തന്നെ തുടരുകയാണോ? വരുമാന സർട്ടിഫിക്കറ്റിൽ മാറ്റം വരുമോ? അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പെൻഷൻ വാങ്ങുമ്പോൾ, അതായത് വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ജൂൺ 30-ന് മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ട സമയമാണ്. ആ രേഖകൾ നിർബന്ധമായിട്ടും നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് നൽകാത്തവർക്ക് ജൂൺ കഴിഞ്ഞാൽ പെൻഷൻ മുടങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. അത് മുൻ സർക്കാർ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം നിർബന്ധമായിട്ടും ചെയ്യുക. 2019 ഡിസംബർ 31-ന് മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം പെൻഷൻ അനുവദിച്ചിട്ടുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല. പിന്നെ വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരാണ് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അത് എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ മാർച്ച് 31 അതിന്റെ അവസാന തീയതി ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത് ജൂൺ 30 വരെ നീട്ടി തന്നതുകൊണ്ട് തന്നെ ഒരു സാവകാശമുണ്ട്. അപ്പോൾ അടുത്ത പെൻഷൻ വിതരണം 15 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും.